വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രധാനമായും ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഞാൻ പരിശുദ്ധ പിതാവ് ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ അന്ന് നടത്തിയ ഒരു പ്രഭാഷണം, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാകയാൽ വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് കൊണ്ട് വളരെ പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ്, അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് മാർപ്പാപ്പ അന്ന് ആധാരമാക്കിയ ദൈവവചനം കേട്ടുകൊണ്ട് ആരംഭിക്കാം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് പരിചിന്തനത്തിനായി വായിച്ചത്. നമുക്കത് കേൾക്കാം. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് ഈശോയോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ചു മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ അവർ ശേഖരിക്കുകയും ചെയ്തു. 12 കുട്ട നിറഞ്ഞ് ഭക്ഷണം അവർ ശേഖരിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ലയോ മാർപ്പാപ്പ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ചും അത് നമ്മോട് ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞത്. ആദ്യമേ തന്നെ പറയുന്നു, ഈശോയുടെ സന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത് വളരെ അനന്തകരമായ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നാം ഇപ്പോൾ ശ്രമിച്ച ഈ സുവിശേഷ ഭാഗം തന്നെ ആ കാര്യം സമർത്ഥിക്കുന്നു എന്നും പറയുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് അവിടുന്ന് സംസാരിക്കുന്നത് കേൾക്കാനും രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് കാണാനും ജനക്കൂട്ടം ദീർഘനേരം ചെലവഴിച്ചത് എങ്ങനെയെന്ന് ഈ വചനം നമ്മെ അറിയിക്കുകയാണ്. കഷ്ടപ്പെടുന്നവരോടുള്ള ഈശോയുടെ അനുകമ്പ അതാണ് അവിടെ പ്രകടമാകുന്നത്. നമ്മെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ സ്നേഹ സാമീപ്യം പ്രത്യക്ഷമാക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ദൈവം അധിവസിക്കുന്നിടത്ത് എല്ലാ തിന്മകളിൽ നിന്നും നാം മോചിതരാണ് എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധ പിതാവ് പറയുന്നു. എന്നിട്ടും ഈശോ കൊണ്ടുവന്ന സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് പോലും പറയുകയാണ്, പരീക്ഷയുടെ സമയം വരുന്നുണ്ട്. ഈശോയുടെ സാന്നിധ്യം അത്ഭുതകരമാണ്, സൗഖ്യദായകമാണ്, സുഖപ്രദമാണ്. പക്ഷേ അവിടെ പോലും പരീക്ഷയുടെ സമയം വരാം. ഗുരുവിനെ ശ്രവിക്കുകയായിരുന്ന വിജനസ്ഥലത്ത് അസ്തമനം വരികയും സമയം വൈകുകയും ഒന്നും കഴിക്കാനില്ലാതാവുകയും ചെയ്തു എന്നാണല്ലോ 12-ാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജനങ്ങളുടെ വിശപ്പും സൂര്യാസ്തമനവും
രണ്ട് കാര്യങ്ങൾ. ലോകത്തിനും എല്ലാ ജീവജാലങ്ങൾക്കും മേലെ നിഴൽ വിരിക്കുന്ന ഒരു പരിമിതിയെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും ജീവിതം പോലെ നമ്മുടെ ജീവിതം അവസാനിക്കും, അതുപോലെ ഈ ദിവസവും അവസാനിക്കുന്നു എന്ന പാഠമാണ് അത് നൽകുന്നത്. നിഴൽ ഇരുണ്ടുകൂടുകയും നാം ആവശ്യക്കാരായിരിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഈശോ നമ്മുടെ മധ്യേ സന്നിഹിതനാണ്, അവിടെ അപ്പോഴും ഉണ്ട് എന്ന യാഥാർത്ഥ്യവും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായ ദിവസം അവസാനിക്കുകയും അല്ലെങ്കിൽ കൃത്യമായി ദിവസം അവസാനിക്കുകയും വിശപ്പ് കടന്നു വരികയും ചെയ്യുമ്പോൾ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അപ്പസ്തലന്മാർ അവിടുത്തോട് ആവശ്യപ്പെടുന്നു. അവരതാ പറയുന്നത്, സമയം പോയി, അവർ പോകട്ടെ, രാത്രിയായി, അവർക്ക് വിശക്കുന്നുണ്ട്, പറഞ്ഞുവിടാനാണ് പറയുന്നത്. എന്നാൽ തൻ്റെ കരുണ കൊണ്ട് ക്രിസ്തു നമ്മെ അതിശയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിശക്കുന്നവരോട് അവന് അനുകമ്പ തോന്നുകയും അവരെ പരിപാലിക്കാൻ തൻ്റെ ശിഷ്യന്മാരെ അവൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. ദൈവരാജ്യ പ്രഘോഷണത്തിനും രക്ഷാകര സന്ദേശത്തിനും വിശപ്പ് അന്യമല്ല. ഇങ്ങനെ പ്രവർത്തിക്കുന്ന അവസരത്തിലും വിശപ്പ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. മറിച്ച് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അത് നമ്മോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ 5 അപ്പവും 2 മീനും ജനങ്ങൾക്ക് മതിയാകുന്നില്ല എന്ന ശിഷ്യന്മാരുടെ കണക്കുകൂട്ടലുകൾ അവർ പറഞ്ഞു. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യക്ഷത്തിൽ വളരെ ന്യായയുക്തമെന്ന് കാണപ്പെടുന്നുണ്ട്. എങ്കിലും മാർപ്പാപ്പ പറയുകയാണ്, അവരുടെ വിശ്വാസമില്ലായ്മ അവിടെ വെളിപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കർത്താവ് സന്നിഹിതനായിരിക്കുന്നിടത്ത്, കർത്താവ് ഉണ്ടല്ലോ അവിടെ നമ്മോട് കൂടെ, അവരുടെ കൂടെ നമ്മുടെ ജീവിതത്തിന് ശക്തിയും അർത്ഥവും പകരുവാൻ വേണ്ടതെല്ലാം നമുക്ക് കണ്ടെത്താനാകും എന്ന ബോധ്യമാണ് ആഴത്തിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, കർത്താവ് സന്നിഹിതനായിരിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിന് ശക്തിയും അർത്ഥവും പകരുവാൻ വേണ്ടതെല്ലാം നമുക്ക് കണ്ടെത്താനാവും. കർത്താവ് ഉറങ്ങുന്നൊരവസരത്തിൽ വഞ്ചിയിൽ ശിഷ്യന്മാർ കൊടുങ്കാറ്റുണ്ടായപ്പോൾ പരിഭ്രാന്തരാകുന്ന ചിത്രം നമുക്കുണ്ട്. അവിടെയും കർത്താവ് ചോദിക്കുന്ന ഇതല്ലേ, കർത്താവ് അവിടെയുണ്ട്, ആ കാര്യം അവർ മറന്നു. ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾ തകരാൻ പോകുന്നു എന്നവർ പറഞ്ഞപ്പോൾ അല്പവിശ്വാസികളെ എന്നാണ് അവരെ വിളിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു രാഹിത്യം ഇവിടെയുമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമടിയുള്ളപ്പോൾ അവൻ നിയന്ത്രിക്കുന്ന രീതിയിൽ പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കാൻ ശിഷ്യന്മാർക്ക് കാണാതെ പോയിരിക്കുന്നു. ഇവിടെ വിശപ്പിൻ്റെ വിളിയോട് ഈശോ പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അവൻ ആവശ്യപ്പെടുന്നത് പങ്കുവയ്ക്കാനാണ്. പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഈശോ വിശപ്പ് എന്ന് പറയുന്ന ഈ പ്രശ്നത്തെ നേരിടുന്നത്. അവിടുന്ന് കണ്ണുകൾ ഉയർത്തി ഉണ്ടായിരുന്ന അപ്പത്തെ ആശീർവദിച്ച് മുറിച്ച് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. 16-ാം വചനം അതല്ലേ വാക്യം, അതാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ സങ്കീർണമായ എന്തെങ്കിലും മാന്ത്രിക ആചാരങ്ങളല്ല എന്ന് മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്. പിന്നെയോ പിതാവിനോടുള്ള കൃതജ്ഞതയും പുത്രനിർവിശേഷമായ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനാൽ നിലനിൽക്കുന്ന സാഹോദര്യ ഐക്യവുമാണ്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു അത്ഭുത മാന്ത്രികത കൊണ്ടല്ല അവിടുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പിന്നെയോ പിതാവിനോടുള്ള കൃതജ്ഞത. പിതാവ് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ആ ഉറച്ച ബോധ്യമാണ്, അതിനുള്ള നന്ദി. പുത്രനിർവിശേഷമായ പ്രാർത്ഥന, അതാണല്ലോ നടത്തിയത്, വാഴ്ത്തി മുറിച്ച് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിലനിൽക്കുന്ന സാഹോദര്യ ഐക്യം, എല്ലാവരും തമ്മിലുള്ളൊരു ഐക്യം, അത് സൃഷ്ടിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ വിശ്വാസമനുസരിച്ച് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അതാണ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്.
അവിടുന്ന് കാണിക്കുന്നത് ഇത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പങ്കുവയ്ക്കലിലൂടെ ഈ ലഭ്യമായ അപ്പവും മീനും, 5 അപ്പവും 2 മീനും ഈശോ വർദ്ധിപ്പിക്കുകയാണ്. തൽഫലമായി എല്ലാവർക്കും വിളമ്പാൻ സാധിച്ചു. അവിടെ ഉണ്ടായിരുന്ന 5000 പേർക്കും, ഇനി സ്ത്രീകളും കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്കും വിളമ്പാൻ സാധിച്ചു. വാസ്തവത്തിൽ ആവശ്യത്തിലേറെ ലഭിച്ചു എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. ആവശ്യത്തിലേറെ, അത്രയും വന്നില്ല. 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു എന്നാണല്ലോ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിക്കുകയും ചെയ്തു. 17-ാം വാക്യം അതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മാർപ്പാപ്പ പറയുകയാണ് ഈ സംഭവത്തിൻ്റെ വിവരണം, അർത്ഥമെന്ന നിലയിൽ, അങ്ങനെയാണ് ഈശോ ജനക്കൂട്ടത്തിൻ്റെ വിശപ്പ് തൃപ്തിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത് അവിടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുപോലെ ചെയ്യാൻ നമ്മെ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പങ്കുവയ്ക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഉള്ളത് പങ്കുവയ്ക്കുമ്പോൾ അതെല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന നഷ്ടപ്പെട്ടു പോകുമെന്നാണ്, തീർന്നു പോകുമെന്നാണ്. ബൈബിളിൽ എത്രയോ ഉദാഹരണമുണ്ട്. ഏലിയാ പ്രവാചകൻ നടത്തിയ വലിയ അത്ഭുതയിലെ സറേപ്തയിലെ വിധവയുടെ വീട്ടിൽ അല്പം ഇന്ന് മാത്രം ഭക്ഷിക്കാനേ ഉള്ളൂ, ഒരപ്പം ചുട്ട് തിന്നാനേ ഉള്ളൂ, എൻ്റെ കൊച്ചിനും കൊടുക്കാനേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്, അതെനിക്കുണ്ടാക്കി താ എന്ന് ഏലിയ പറയുന്നു. ഉണ്ടാക്കി കൊടുത്തു. ഒരു കുറവും ഉണ്ടായില്ല. മാവിന് കുറവില്ല, എണ്ണയ്ക്ക് കുറവില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം പങ്കുവയ്ക്കലിലൂടെ വളരുമെന്ന കാര്യമാണ് നമ്മൾ പ്രത്യേകം ക്രൈസ്തവ സമൂഹം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ചെയ്യാൻ നമ്മെ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സുവിശേഷത്തിൽ പരാമർശിച്ച ജനക്കൂട്ടത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് മുഴുവൻ ജനതയും വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുകയാണ്. പലതരത്തിലുള്ള വിശപ്പുകളുണ്ട്. മാർപ്പാപ്പ അത് എപ്പോഴും പറയും. വെറും ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമല്ല, വേറെ ഏതെല്ലാം തരത്തിലുള്ള വിശപ്പുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ജനക്കൂട്ടത്തിൻ്റെ ഇന്ന് മുഴുവൻ ജനതയും വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവരുടെ ആർത്തി കൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. കുറച്ച് ആളുകളുടെ ആർത്തി കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇല്ലാതാകുന്നത്, വിശപ്പ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരുപാട് പേരുടെ കടുത്ത ദാരിദ്ര്യത്തിന് നേർവിപരീതമായി കുറച്ചു പേർ സ്വത്തെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നത് വേദനയും അനീതിയും പ്രദാനം ചെയ്യുന്ന ധിക്കാരപരമായ നിസ്സംഗതയുടെ അടയാളമാണെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ശക്തമായ വാക്കുകളാണല്ലോ അത്. പങ്കുവയ്ക്കുന്നതിന് പകരം അത് ഭൂമിയുടെയും മനുഷ്യരുടെ അധ്വാനത്തിൻ്റെയും ഫലം ധൂർത്തടിക്കുകയാണ്. ധൂർത്തുമാണ് വലിയ അപകടം ലോകത്തെ ഉണ്ടാക്കുന്നത്. ഒത്തിരി പേർ ദരിദ്രരായിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. മാർപ്പാപ്പ പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ കർത്താവിൻ്റെ മാതൃക നമ്മുടെ പ്രവർത്തനങ്ങളെയും സേവനത്തെയും നയിക്കുന്ന ഒരു അളവുകോലായി മാറണം, ഒരു മാനദണ്ഡമായി മാറണം എന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അപ്പം പങ്കുവയ്ക്കാൻ, പ്രത്യാശ ഇരട്ടിപ്പിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ വരവ് പ്രഘോഷണം ചെയ്യാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ആ സംഭവം. അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണിത്. ഒന്ന്, അപ്പം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഒരു വിളിയാണ്, നമ്മുടെ കടമയാണ്. പ്രത്യാശ ഇരട്ടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കൊല്ലത്തിൻ്റെ സന്ദേശം അതാണ്. എല്ലാ മനുഷ്യരിലേക്കും പ്രത്യാശ എത്തിക്കണം. ക്രൈസ്തവ പ്രത്യാശ അത് വർദ്ധിപ്പിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വരവ് പ്രഖ്യാപിക്കുക. ഇതാണല്ലോ കർത്താവ് ചെയ്തത്. അത് ഇന്ന് നാം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. ജനക്കൂട്ടത്തെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുന്നതിലൂടെ എല്ലാവരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് ഈശോ പ്രഘോഷണം ചെയ്യുന്നത്. അതാണ് ജനക്കൂട്ടത്തെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുന്നതിലൂടെ എല്ലാവരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതാണ് നാം ദിവ്യകാരുണ്യ കൂദാശയിൽ ആഘോഷിക്കുന്ന വിശ്വാസ രഹസ്യം. ദിവ്യകാരുണ്യത്തിൽ അതാണ്, കുർബാനയിൽ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് അതാണ്. വിശപ്പ് ഈ ജീവിതത്തിലെ നമ്മുടെ സമൂലമായ ആവശ്യങ്ങളുടെ അടയാളമായിരിക്കുന്നത് പോലെ അതാണ്. വിശപ്പ്
നമുക്ക് ഏതെല്ലാം ആവശ്യമുണ്ടോ അതിൻ്റെ ഒരു അടയാളമായിരിക്കുന്നതാണത്. സമൂലമായ ആവശ്യങ്ങൾ, വെറും ശാരീരികമായ ആ വിശപ്പിനപ്പുറം നമ്മുടെ ആവശ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ വിശപ്പ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതങ്ങനെയാണെങ്കിൽ അപ്പം മുറിക്കൽ ദൈവത്തിൻ്റെ രക്ഷാകരദാനത്തിൻ്റെ അടയാളമാണ്. ദൈവം ഇവിടെ എല്ലാം രക്ഷ പ്രദാനം ചെയ്യും എന്നതിൻ്റെ അടയാളമാണ്. ഇത്രയും പറഞ്ഞ് പരിശുദ്ധ പിതാവ് തുടരുകയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ മാനുഷിക വിശപ്പിനുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് ഈശോ മിശിഹ, ക്രിസ്തു. കാരണം അവൻ്റെ ശരീരം നിത്യജീവൻ്റെ അപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ്റെ അപ്പമാണ്. ഈശോയുടെ ക്ഷണം നമ്മുടെ അനുദിന അനുഭവത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുന്നത് നമ്മുടെ അനുദിന അനുഭവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതെന്താണ്? ജീവനോടെ ഇരിക്കണമെങ്കിൽ നാം ഭക്ഷിക്കണം. ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ജീവനുണ്ടാകില്ല. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും വലിച്ചെടുക്കുന്ന ജീവൻ കൊണ്ട് ആണ് നാം നമ്മെ തന്നെ പോഷിപ്പിക്കുന്നത്. മാംസം കഴിച്ചും പച്ചക്കറികൾ കഴിച്ചും ആണല്ലോ നാം ജീവിക്കുന്നത്. എന്നിട്ടും ജീവനില്ലാത്ത പലതും കഴിക്കുന്നത് നാം എത്ര കഴിച്ചാലും ഒരു ദിവസം മരിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തിന്നാലും മരണത്തിൽ രക്ഷപ്പെടുത്തുന്നതാണ്, അതെങ്കിലും ജീവിക്കാൻ അനുവദിക്കുന്നതാണെങ്കിലും ഒരു നാൾ നാം മരിക്കും. അതേസമയം പറയുകയാണ്, നാം ജീവനുള്ള യഥാർത്ഥ അപ്പമായ ഈശോയിൽ ഭാഗഭാക്കാകുമ്പോൾ, ഈശോയിൽ നാം അവിടുത്തേക്ക് വേണ്ടി ജീവിക്കുകയാണ്. തന്നെ പൂർണ്ണമായും നൽകിക്കൊണ്ട് ക്രൂശിതനും ഉത്തിതനുമായ കർത്താവ് തന്നെ മുഴുവനും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ദൈവത്തിൽ പങ്കുചേരാൻ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് അതുവഴി നാം മനസ്സിലാക്കുന്നു. നമ്മുടെ വിശക്കുന്ന പ്രകൃതം ദിവ്യകാരുണ്യത്തിൻ്റെ കൃപയാൽ നമ്മൾ ദൈവത്തിൽ പങ്കുചേരാൻ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് നാം മനസ്സിലാക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ വിശക്കുന്ന പ്രകൃതം ദിവ്യകാരുണ്യത്തിൻ്റെ കൃപയാൽ തൃപ്തരാക്കപ്പെടണമെന്ന നമ്മുടെ ആവശ്യകതയുടെ അടയാളം ഉൾക്കൊള്ളുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ കൃപയാൽ നാം തൃപ്തരാക്കപ്പെടുകയാണ്. അതാണ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായി ആ ദിവ്യകാരുണ്യം തന്നെ അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ നൽകിയത്. വിശുദ്ധ ആഗസ്തീനോസ് എഴുതിയതുപോലെ, നമുക്കറിയാം ആഗസ്തീനോസിനെ കോട്ട് ചെയ്യാതെ മാർപ്പാപ്പ ഒരു പ്രസംഗവും ഉപസംഹരിക്കുന്നില്ല. ആഗസ്തീനോസിൻ്റെ ദൈവശാസ്ത്രം നന്നായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ അദ്ദേഹം. വലിയ ജീനിയസാണ് ആഗസ്തീനോസ്. വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ആഴത്തിൽ പറഞ്ഞിട്ടുള്ള വേറെ വിശുദ്ധന്മാരില്ല, പണ്ഡിതന്മാരില്ല എന്നതും നമ്മൾ ഓർക്കണം. അതിൻ്റെ ചുവട് പിടിച്ചാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. ആഗസ്തീനോസ് എഴുതിയതുപോലെ, ക്രിസ്തു യഥാർത്ഥത്തിൽ പുനർനിർമ്മിക്കുകയും എന്നാൽ അതേസമയം കുറയാതിരിക്കുകയും ചെയ്യുന്ന അപ്പമാണ്. അവനെന്നും നമുക്ക് നൽകുന്നു, ഒരിക്കലും കുറയുന്നില്ല അത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, എല്ലാ പ്രാവശ്യവും അവിടുന്ന് നമ്മിലേക്ക് കടന്നു വരുന്നു. കുർബാനയിലൂടെ അതാണല്ലോ സംഭവിക്കുന്നത്. ഭക്ഷിക്കാൻ കഴിയുന്ന എന്നാൽ തീർന്നു പോകാത്ത അപ്പമാണ് അവിടുന്ന്. ദിവ്യകാരുണ്യം വാസ്തവത്തിൽ സത്യമായും യഥാർത്ഥമായും സത്താപരമായും സാന്നിധ്യമാണ്, അവിടുത്തെ സാന്നിധ്യം. ഈ ഒരു ബോധ്യത്തോടെ വേണം കുർബാനയെ നമ്മൾ സമീപിക്കാൻ, അവിടുത്തെ സ്വീകരിക്കാൻ. എന്തൊരു ഭയഭക്തി ബഹുമാനത്തോടെ വേണം നാം അത് ചെയ്യാൻ എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഈ കാര്യം ആഗസ്തീനോസ് പുണ്യാളനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാം. 1413 നമ്പറിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണിത്. നമ്മെ തന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി അവിടുന്ന് അപ്പത്തിലേക്ക് തന്നെ പരിവർത്തനം ചെയ്യുന്നു. ഉദാശ ചെയ്യുന്ന അപ്പത്തിലേക്ക് അവിടുന്ന് തന്നെ പരിവർത്തനം ചെയ്യുകയാണ്. എന്തിനാണ്? നമ്മെ ദൈവത്തിലേക്ക്, കർത്താവിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനാണ് അത് ചെയ്യുന്നത്.
ജീവനുള്ളതും ജീവദായകവുമായ കർത്താവിൻ്റെ ശരീരം അവിടുത്തെ മൗതിക ശരീരമായ സഭയായാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നാം എല്ലാവരും അവിടുത്തെ സ്വീകരിക്കുന്നത് വഴി അവിടുത്തെ സഭയായിത്തീരുന്നു, അവിടുത്തെ ശരീരമായിത്തീരുന്നു. കർത്താവിൻ്റെ ശരീരമാണ് തിരുസഭ. നാം എല്ലാം അതായിത്തീരുന്നു, നിത്യം ജീവിക്കുന്നു. ഇതാണ് കുർബാനയുടെ വലിയ അർത്ഥം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് തുടർന്ന് മാർപ്പാപ്പ ഇക്കാരണത്താൽ അപ്പസ്തോലനായ പൗലോസിൻ്റെ വാക്കുകളുടെ പ്രതിധ്വനി പോലെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 17 അവിടെ അതിൻ്റെ ഒരു പ്രതിധ്വനി പോലെ 2-ാം വത്തിക്കാൻ കൗൺസിൽ ആധികാരികമായി നമ്മോട് പറയുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ കൂദാശ ക്രിസ്തുവിൽ ഏകശരീരമായി തീരുന്ന വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. അതാണ് ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ ആ കൂദാശ എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിൽ ഏകശരീരമായി തീരുന്ന വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ പ്രകാശമാണ് ക്രിസ്തു. ക്രിസ്തുവിൽ നിന്നാണ് നാം ഉത്ഭവിച്ചത്, അവിടുന്നിലൂടെയാണ് നാം ജീവിക്കുന്നത്, അവിടുന്നിലേക്ക് പോകാനാണ് നാം ശ്രമിക്കുന്നത്. അവിടുന്നുമായി ഐക്യം പ്രാപിക്കാൻ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുമായി നമുക്ക് ജനതകളുടെ പ്രകാശം തിരുസഭയെക്കുറിച്ചുള്ള ഡിക്രിയാണ്, പ്രമാണരേഖയാണ്. ആ രേഖയിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട് 3-ാം നമ്പറിൽ. അപ്പോൾ സഭയുടെ വലിയ പ്രബോധനമാണ് ഇവിടെ നാം കാണുന്നത്. നാം ഇപ്പോൾ നടത്താൻ ഇത് കഴിഞ്ഞ് നമുക്കറിയാം ദിവ്യകാരുണ്യ ദിനം വലിയൊരു പ്രദർശനമുണ്ട്. മാർപ്പാപ്പ നടത്തുന്ന ദിവ്യകാരുണ്യ പ്രദർശനം അത് ലാട്രൻ ദേവാലയത്തിൽ നിന്ന്, മാർപ്പാപ്പയുടെ ദേവാലയമാണ് ലാട്രൻ ദേവാലയം, റോമിൻ്റെ ആസ്ഥാനം അവിടെയാണ്. അവിടെ നിന്ന് മരിയ മജോരെ മാതാവിൻ്റെ ദേവാലയം ഏറെക്കുറെ 1 കിലോമീറ്റർ മിച്ചമുണ്ട്. അങ്ങോട്ടുള്ള ഒരു പ്രദക്ഷിണമാണ് ദിവ്യകാരുണ്യ തിരുനാളിൽ റോമിൽ ഇന്ന് നടക്കുന്നത്. 1000-10,000 പങ്കെടുക്കുന്ന പ്രദക്ഷിണമാണ്. അതേക്കുറിച്ച് മാർപ്പാപ്പ പറയുകയായിരുന്നു. അതുകൊണ്ട് നാം ഇപ്പോൾ നടത്താൻ പോകുന്ന പ്രദക്ഷിണം ആ യാത്രയുടെ അടയാളമാണ്. ഇടയന്മാരും ആട്ടിൻപറ്റവുമാകുന്ന നാം ഒത്തൊരുമിച്ച്, വൈദികരുണ്ട്, റോമൻ രൂപതയുടെ എല്ലാ വൈദികരും അതിൽ പങ്കെടുക്കും, മാർപ്പാപ്പയുണ്ട്, മറ്റ് മെത്രാന്മാരുണ്ട്, പിന്നെ വിശ്വാസികളുണ്ട്. അവർ എല്ലാവരും കൂടി ആട്ടിൻപറ്റവുമാകുന്ന നാം ഒത്തൊരുമിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും, കുർബാന കഴിഞ്ഞാണല്ലോ പ്രദക്ഷിണം, അതുകൊണ്ട് കുർബാന സ്വീകരിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും തെരുവുകളിലൂടെ അവിടുത്തെ വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതാണ് പ്രദക്ഷിണം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം വഴികളിലൂടെ. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ ഈശോയെ നാം ജനങ്ങളുടെ കണ്ണുകളിലും മനസാക്ഷിയിലും ഹൃദയങ്ങളിലും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ കാണിക്കുകയാണ്. കണ്ണുകളിലും മനസാക്ഷിയിലും ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഹൃദയത്തിലും വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ദൃഢമാകാൻ വേണ്ടിയും, ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അത് കുറേ കൂടി ദൃഢമാകാൻ വേണ്ടിയാണ്. വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങളിൽ അവർക്കുള്ളിലെ വിശപ്പ് പ്രതിഫലിക്കാൻ വേണ്ടിയുമാണ് നമ്മൾ ഈ പ്രദർശനം നടത്തുന്നത്. ആ അപ്പം മാത്രമേ അവരെ തൃപ്തരാക്കൂ എന്നറിയാൻ വേണ്ടിയാണ് ഈ പ്രദർശനം. ദിവ്യകാരുണ്യ പ്രദർശനത്തിൻ്റെ അർത്ഥം എന്ത് എന്ന്, നടത്തുന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് മാർപ്പാപ്പ വ്യക്തമാകുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന ഭക്ഷണത്താൽ ശക്തിപ്പെട്ട നമുക്ക് ഈശോയെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിക്കാം. അതാണ് നമ്മുടെ സുവിശേഷവൽക്കരണം. കാരണം ഈശോ തൻ്റെ മേശയിൽ ഇരിക്കാൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് തൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത്. എന്തെന്നാൽ അവർ ഈ സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളായി തീരുന്നു. ദിവ്യകാരുണ്യം കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം തന്നെയാണ്. അതിൽ പങ്കെടുക്കാനും അതിൽ ജീവിക്കാനും ഈശോയുമായി ഒന്നാകാനും നമുക്ക് ഇടയാകട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സന്ദേശവുമായി കാണാൻ
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.